10ാം ക്ലാസ് പഠിക്കുന്ന മക്കളോടാണ്, നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട എക്സാംസ് ആണ്. ഒന്ന് നീറ്റ്, പിന്നെ ഒന്ന് JEE. ഈ 2 എക്സാംസ് എഴുതിയിട്ട് അതിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ നിങ്ങൾ ഇന്ത്യയിൽ ഏത് സ്ഥാപനത്തിൽ ഏത് കോളേജ് വെച്ചിട്ടാണ് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുക എന്ന് തീരുമാനിക്കുക. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കിടുക്കാച്ചി സ്ഥാപനങ്ങളാണ്. IIT-കളുണ്ട്, NIT-കളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുകളുണ്ട്. അങ്ങനെ വെറുതെ എവിടെയെങ്കിലും പഠിച്ചാൽ പോരാ, ഏറ്റവും പ്രീമിയം ഏറ്റവും ടോപ്പ് കോളേജിൽ തന്നെ നിങ്ങൾ പഠിക്കണം. അതിന് നോർമൽ ആൾക്കാരൊക്കെ എന്താ ചെയ്യുക, 10ാം ക്ലാസ് എവിടെയെങ്കിലും പഠിക്കുന്നു, അതിനുശേഷം +1 +2 എവിടെയെങ്കിലും പഠിക്കുന്നു, എന്നിട്ട് വരെ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസ്. എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 +2 ഞങ്ങളുടെ കൂടെ പഠിക്കുന്നു. ആ 2 വർഷം നിങ്ങൾ +1 +2 പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ഈ നീറ്റിനും JEEക്കുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ അവിടെ സ്റ്റേ ചെയ്ത് ഞങ്ങൾ എജുപോർട്ടിൻ്റെ സൂപ്പർ ടീച്ചേഴ്സിൻ്റെ കൂടെ സ്റ്റേ ചെയ്ത് അവിടുന്ന് നിങ്ങൾ പഠിച്ചിട്ട് ആ 2 കൊല്ലം കൊണ്ട് തന്നെ നീറ്റും JEEയും ക്രാക്ക് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഒരു റിപ്പീറ്റോ റിപ്പീറ്റോ പോവാണ്ട് നീറ്റും JEEയും ക്രാക്ക് ചെയ്താൽ എന്ത് സൂപ്പർ ആയിരിക്കടാ. അപ്പോഴേക്കും സാറേ ഓക്കെ ഞങ്ങൾക്ക് ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളെ സ്കോളർഷിപ്പോടുകൂടി നിങ്ങളെ പ്രാപ്തരാക്കുന്ന എജുപോർട്ടിൻ്റെ എക്സാമാണ് ESAT എക്സാം. സോ ഗൈസ്, എന്താണ് ESAT എക്സാം? എജുപോർട്ട് സ്കോളർഷിപ്പ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. സിമ്പിളാണ്. ഈ എജുപോർട്ട് സ്കോളർഷിപ്പ് എക്സാം, ഈ ESAT എക്സാം എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കാൻ പറ്റുള്ളൂ. സോ എന്തായാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിന് രജിസ്ട്രേഷൻ കൊടുക്കാനുള്ള അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മളെ താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സാറേ ഇതിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്നാണ് എക്സാം വരാൻ പോകുന്നത് ഈ മാസം 21-ാം തീയതിയാണ്, സെപ്റ്റംബർ 21-ാം തീയതി. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, എത്രയും പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ പോകുന്നു, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു, വേഗം നമ്മുടെ ഈ എക്സാമിന് വേണ്ടി അങ്ങോട്ട് രജിസ്റ്റർ ചെയ്തിടുന്നു. ഇനി രണ്ടാമത്, പക്ഷേ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണ്ടേ? ഈ എക്സാമിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കിന് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടും. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാർക്ക് 100% ഫ്രീ ആയിരിക്കും. സോ നിങ്ങളെ മാർക്കിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ എക്സാമിൽ എത്രത്തോളം സ്കോളർഷിപ്പ് തരണം എന്ന് ഞങ്ങൾ തീരുമാനിക്കുക. സാർ അതിന് സിലബസ് വേണം. ഇനി ഞാൻ പറഞ്ഞ എക്സാമിൻ്റെ ഒരു സ്ട്രക്ചറിനെ പറ്റിയിട്ട് 60 മിനിറ്റ് ആയിരിക്കും നമ്മുടെ പരീക്ഷ, 1 മണിക്കൂർ. 60 മിനിറ്റിൽ 60 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവുക. 1 മിനിറ്റിൽ 1 ചോദ്യം, 1 മിനിറ്റിൽ 1 ചോദ്യം. സോ ഗൈസ്, 1 മണിക്കൂറാണ് എക്സാം. 1 ചോദ്യത്തിന് 1 മിനിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇനി രണ്ടാമത്, സാർ ഇതിന് സിലബസ് എന്താണ്? നമ്മളിപ്പോൾ 10ാം ക്ലാസ് പഠിക്കുന്ന സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഓണം എക്സാം വരെയുള്ള പോർഷൻസ് ആയിരിക്കും ഇതിലുണ്ടാവുക. കെമിസ്ട്രി ആണെന്നുണ്ടെങ്കിൽ നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം, കെമിക്കൽ റിയാക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. മലയാളത്തിലും ഇംഗ്ലീഷിലും ചോദ്യങ്ങൾ ഉണ്ടാവും, ഡോണ്ട് വറി. സോ ഗൈസ്, കെമിസ്ട്രിയുടെ സിലബസ് ഇതാണ്. ഇനി ഫിസിക്സ് ആണെന്നുണ്ടെങ്കിൽ സൗണ്ട് വേവ്സ്, ലെൻസസ്, വിഷൻ ആൻഡ് ദി വേൾഡ് ഓഫ് കളേഴ്സ്. ഈ 3 പാഠല്ലേ, കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. ആദ്യത്തെ 3 പാഠങ്ങളായിരിക്കും നിങ്ങൾക്ക് എവിടെ ഉണ്ടായിരിക്കുക, ഈ ഒരു എക്സാമിൻ്റെ സ്കോളർഷിപ്പ് ആയിട്ട് നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ സ്കോളർഷിപ്പ് എക്സാമിന് ഉണ്ടാകുന്ന സിലബസ്. ഇനി ബയോളജി 2 പാഠം, ജനറ്റിക്സ് ഓഫ് ലൈഫ്, പാർട്സ് ഓഫ് എവല്യൂഷൻ. സോ ഈ പാഠങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇനി മാത്സ്, അരിത്തമെറ്റിക് സീക്വൻസ്, സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജബ്ര, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഇതുവരെ ആയിരിക്കും ഇതിൻ്റെ ഒരു സിലബസ് ഉണ്ടാവുക. ഇനി ഇതിൻ്റെ ഒരു വെയിറ്റേജ് എങ്ങനെയെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞ മൊത്തം 60 മാർക്കല്ലേ, 10 മാർക്കിന് കെമിസ്ട്രിന്ന് ചോദ്യം ഉണ്ടാവും, 10 മാർക്ക് ഫിസിക്സ്, 10 മാർക്ക് ബയോളജി, 10 മാർക്ക് മാത്സ്. അപ്പോൾ എത്ര മാർക്കായി? 10, 20, 30, 40. എന്നാൽ 20 മാർക്കിന് നിങ്ങളെ കാത്തിരിക്കുന്നത് ആപ്റ്റിറ്റ്യൂഡാണ്. സാർ എന്താ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? കണക്കിൽ നിങ്ങളുടെ ഒരു വിവരങ്ങൾ നോക്കും. ഫോർ എക്സാമ്പിൾ, ബേസിക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അരിത്മെറ്റിക്, ആൾജബ്ര, ജോമെട്രി, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിങ്. നമ്മൾ NMMS ഒക്കെ എക്സാം എഴുതുന്ന സമയത്തുള്ള കോഡിങ്, ഡീകോഡിങ്, പസില്, ഡയറക്ഷൻ, റിലേഷൻസ്, ഒരാളുടെ അച്ഛൻ ഇങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, അയാളുടെ ഏട്ടൻ അങ്ങനെയാണ് എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ഇല്ലേ. സോ ബേസിക് നിങ്ങളുടെ മാത്തമാറ്റിക്കൽ സ്കില്ല്, ബേസിക് നിങ്ങളുടെ ലോജിക് സ്കില്ല് എന്നൊക്കെ അളക്കുന്ന ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും എന്തുണ്ടാവുക, ഈ ഒരു ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. സോ 10, 10, 10, 10 മൊത്തത്തിലായി 40 + 10 20 60 മാർക്കിനായിരിക്കും നമ്മളെ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇനി അടുത്തത് CBSE സിലബസ് ആണെന്നുണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് ഈ പാഠം, രണ്ടാമത് ആസിഡ് ബേസസ് ആൻഡ് സോൾട്സ്, മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഈ 3 ചാപ്റ്റർ. ഫിസിക്സിലാണെങ്കിൽ ലൈറ്റ്, റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ, ദ ഹ്യൂമൻ ഐ ആൻഡ് ദി കളർഫുൾ വേൾഡ്, ഇലക്ട്രിസിറ്റി. ബയോളജി ആണെങ്കിലോ ലൈഫ് പ്രോസസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ്. മാത്സ് ആണെങ്കിൽ റിയൽ നമ്പേഴ്സ്, പോളിനോമിയൽസ്, പെയർസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്.
ഇതായിരിക്കും അതിൻ്റെ എന്തുണ്ടാവുക, സിലബസ് ഉണ്ടാവുക. അതിന് പുറമെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് 10 10 10 10 40 മാർക്ക് പ്ലസ് 20 മാർക്ക് എവിടെയും വരും, ആപ്റ്റിറ്റ്യൂഡിനും വരും. ഇതാണ് നമ്മളെ സിലബസ്. സോ ഈ സിലബസ് ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഓണം എക്സാമിൻ്റെ പോർഷൻസ് ഒക്കെ ഏറെക്കുറെ സെറ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഭാഗത്ത് ഒരു ലിറ്റിൽ എഫേർട്ട് ഇടുക. ഒരു ലിറ്റിൽ എഫേർട്ട് എടുത്തിട്ട് പോയിട്ട് എക്സാം നന്നായിട്ട് എഴുതുക. എക്സാം എഴുതി കഴിഞ്ഞാൽ പറഞ്ഞില്ല നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും. ആ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിക്കാം. അതായത് വേറൊരു കൊല്ലമൊന്നും വേസ്റ്റ് ആകണ്ട, ഒരു വർഷം വേസ്റ്റ് ആക്കാണ്ട് +1 +2 നല്ല രീതിയിൽ ഹോസ്റ്റലിലൊക്കെ താമസിച്ച്, നമ്മളെ കോഴിക്കോടും ക്യാമ്പസ് ഉണ്ട്, മലപ്പുറത്തും ക്യാമ്പസ് ഉണ്ട്. ഈ 2 ക്യാമ്പസിൽ നിങ്ങൾക്ക് ഏത് ക്യാമ്പസാണ് വേണ്ടത് അവിടെ തിരഞ്ഞെടുത്ത് നന്നായിട്ട് പഠിച്ചിട്ട് നമുക്ക് ഒരു +1 +2 കഴിയുമ്പോഴത്തിന് നീറ്റും ജെയും കഴിഞ്ഞ് നല്ലൊരു സ്ഥാപനത്തിലെത്താം. റെഡി അല്ലേ? സോ അതാണ് അതിൻ്റെ ഒരു ഫോർമാറ്റ്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിൽ ഉടനീളം നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ടാവും. ഓൺലൈൻ ആയിട്ടല്ല എക്സാം, ഓഫ്ലൈൻ ആയിട്ടാണ്. നിങ്ങൾ പോയിട്ട് ഓരോ ജില്ലയിലും നമുക്ക് സെൻറ്റർ ഉണ്ടാവും. ആ ജില്ലയിൽ നമ്മൾ കൊടുത്ത സെൻറ്ററിൽ നിങ്ങൾ പോകുന്നു, നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു തരും. അവിടെ നിങ്ങൾ പോകുന്നു, നിങ്ങൾ പോയിട്ട് എക്സാം എഴുതുന്നു, നോ പ്രോബ്ലം. അത്രേ ഉള്ളൂ പരിപാടി. അല്ലാതെ ഓൺലൈൻ അല്ല എക്സാം, ഓഫ്ലൈൻ ആയിട്ട് പോയിട്ട് എക്സാം എഴുതണം. ഏത് ജില്ലയാണെങ്കിലും, നിങ്ങൾ ഏത് ജില്ലയാണെങ്കിലും ആ ജില്ലയിലൊക്കെ എന്തുണ്ടായിരിക്കട്ടെ, എജുപോർട്ടിന് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ അതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും അറിയിക്കും. അതിനൊക്കെ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റുകളും കിട്ടാൻ വേണ്ടിയിട്ട് വേഗം രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇതൊരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും. ആ കമ്മ്യൂണിറ്റിയിൽ ഇതിൽ ബാക്കി ഏതൊക്കെയാണ് സെൻറ്റേഴ്സ് ഉള്ളത്, എവിടെയൊക്കെയാണ് ഉള്ളത് എല്ലാം അറിയിച്ചു തരും. സോ നിങ്ങൾ ഇപ്പോൾ ഒരു ഹാഫ് മൈൻഡിലാണ് നിൽക്കണമെന്ന് ഇരിക്കുക, എഴുതണോ എഴുതണ്ടേ, എന്തായാലും പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. കാരണം ചിലപ്പോൾ നിങ്ങൾ തൊട്ടടുത്താണ് നിങ്ങൾക്ക് സെൻറ്റർ കിട്ടുന്നുണ്ടെങ്കിലോ, ചിലപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മൂഡ് വന്നാലോ. സോ എന്തായാലും രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ മടിക്കരുത്. എത്രയും പെട്ടെന്ന് താഴെയുള്ള ലിങ്ക് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. സോ രജിസ്ട്രേഷൻ ഫ്രീ ആണ്. ഈ രജിസ്ട്രേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 21-ാം തീയതിയാണ് നമ്മുടെ എക്സാം. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ നമ്മളെ എജുപോർട്ടിൻ്റെ ചാനലിൽ വരുന്ന തിങ്കളാഴ്ച മുതൽ തരുന്നതായിരിക്കും. അപ്പോൾ വരുന്ന തിങ്കളാഴ്ച മുതൽ ഈ സാറ്റ് എക്സാമിനെ പറ്റിയുള്ള, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഫിസിക്സിനെ പറ്റി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, കെമിസ്ട്രിയിൽ എന്തൊക്കെ പഠിക്കേണ്ടത്, ബയോളജിയിൽ എന്തൊക്കെ പഠിക്കേണ്ടത്, മാത്സിൽ എന്തൊക്കെ പഠിക്കേണ്ടത്, ഇതിനൊക്കെ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നന്നായിട്ട് പോയി എഴുതുക. ഈ എക്സാം ഏതെങ്കിലും ഒരുത്തന്നെ എഴുതാണ്ട് നിൽക്കുകയാണെങ്കിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. അവർ ഏറ്റവും വലിയ ചാൻസാണ് മിസ് ചെയ്യുന്നത്, അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ചാൻസ്. ഇതൊന്ന് എഴുതി കഴിഞ്ഞ് നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ നമ്മൾ ആകെ കേരളത്തിൽ 200 + 200 400 കുട്ടികൾക്ക് മാത്രം അഡ്മിഷൻ കൊടുക്കുക. ഈ 400 കുട്ടികളിൽ നിങ്ങൾ പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ ഞങ്ങൾ എന്ത് വില കൊടുത്തും ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയം സ്ഥാപനങ്ങളിൽ, ഏറ്റവും പ്രീമിയം മെഡിക്കൽ കോളേജുകളിൽ, ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജിലും അവിടെ ഒക്കെ നമ്മൾ IIT ആയിക്കോട്ടെ, NIT ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവർക്ക് എവിടെയാണോ ആഗ്രഹം അവിടെ എത്തിക്കാനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കും. കേരളത്തിലെ ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും അവിടെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കുക. റിപ്പീറ്റേഴ്സിനും റിപ്പീറ്റേഴ്സിനും ക്ലാസ് എടുക്കുന്ന ആ ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആയിരിക്കും ഒരു കോംപ്രമൈസും ഇല്ലാണ്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരിക. സോ ഗൈസ്, ഇപ്പോഴേ ഞാൻ പറയാം, വേഗം പോവുക. നമ്മുടെ രജിസ്ട്രേഷൻ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഉണ്ടായിരിക്കും. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, നമ്മളെ കമ്മ്യൂണിറ്റിയിലും കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് കൂടി നമ്മൾ താഴെ കൊടുക്കട്ടോ. സോ വേഗം രജിസ്റ്റർ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള കമ്മ്യൂണിറ്റിൻ്റെ ലിങ്കിലും കൂടി ക്ലിക്ക് ചെയ്യുന്നു, നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു. നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് കാണാം. എക്സാമിനേഷൻ സെൻറ്റേഴ്സിൽ നിങ്ങളെ കാണാൻ ഞങ്ങൾ ടീച്ചേഴ്സും വരും. സോ ഗൈസ്, ബൈ.